പ്രൈസ് ലോർഡ്. ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അത് എൻ്റെ ജീവിതത്തിൽ പ്രവചനങ്ങളാൽ കെട്ടപ്പെട്ട ഒരു വിഷയത്തെ ഞാൻ തൊട്ടിരുന്നു. വീണ്ടും ഞാൻ അതേ വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളോടുള്ള ഒരു ദൈവശബ്ദമാണ്. ഈ വിഷയം ദൈവമക്കൾക്ക് മനസ്സിലാകുകയുള്ളൂ. അവരത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവചനങ്ങൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ പ്രോസ്പെരിറ്റി തിയോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ദൈവം പറയാത്ത കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞ് ജനത്തെ സുഖിപ്പിക്കുന്ന ഒരു കാലഘട്ടം. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ, വ്യഭിചാരിയെ, അല്ലെങ്കിൽ മദ്യപിക്കുന്നവനെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവനോട് പ്രോസ്പെരിറ്റി പറഞ്ഞ് പ്രോസ്പെരിറ്റിയുടെ മുന്നിൽ നിർത്തി അദ്ദേഹത്തെ ദൈവരാജ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ പറ്റിയുള്ള പരിശുദ്ധാത്മാവ് പറയുന്ന പാപബോധത്തെ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാതെ മറ്റു പലതും, ദൈവം പറയാത്ത പല കാര്യങ്ങൾ മുന്നിൽ വരുന്ന ജനത്തോട് പറഞ്ഞ് അവരെ ചതിക്കുന്ന തലങ്ങൾ മനസ്സിലാക്കുക. കണക്ക് കൊടുക്കേണ്ടി വരും. പ്രവചനത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, ഭാവികാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്. ഈ 3 തലവും പ്രവചനത്തിൽ ഉണ്ട്. ദൈവം നൽകുന്ന പ്രവചനം നീ മുൻപെങ്ങനായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു, ഇനി നീ എന്താകും എന്നുള്ളതാണ്. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, അഭിഷിക്തനെ, ദൈവം പറയാത്ത കാര്യങ്ങൾ നീ പറഞ്ഞാൽ ദൈവം മുൻപിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. ഈ കാലങ്ങളിൽ ഞാനൊരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ദൈവം പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ മോഹത്തെ കൊണ്ടുവന്ന് അവർക്ക് മോഹത്തെ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവരെ കെട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. പ്രവചനത്തിലൂടെ മോഹം കൊടുത്ത് അനേകർ തകരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലും എന്നെ വേദനിപ്പിച്ച, എന്നെ മുറിച്ച ഒരു സംഭവം. ഒരു പൈതൽ, അവൻ ആരുടെ മുമ്പിലും നിന്ന് ദൈവശബ്ദം കേൾക്കുന്ന ഒരു പ്രതീതി അവനുണ്ടായിരുന്നു. അവസാനം അവനോട് പറഞ്ഞ ദൈവശബ്ദങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവൻ ഈ ലോകത്തിൽ നിന്ന് പോയത് ഞാൻ കാണുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, ദൈവം പറയുന്ന പ്രവചനം അത് നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്, നിന്നെ വെടിപ്പുള്ളതാക്കുന്നതാണ്, നിന്നെ നിത്യതയിലെത്തിക്കുക മാത്രമല്ല, ഭൂമിയിലുള്ള നന്മയും ദൈവം നിനക്ക് തരും. ഭൂമിയിലെ നന്മ മാത്രം തരുമെന്ന് ഒരിക്കലും ദൈവം പറഞ്ഞില്ല. ഭൂമിയിലും നിത്യതയിലും അവൻ നിനക്ക് വേണ്ടി തരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവചനം. ദൈവ പൈതലേ, നീ എവിടെങ്കിലും പ്രവചനം കേട്ട് എന്നോട് പലരും സംസാരിച്ചത് ഇതുവരെ ഒരു ദൈവപ്രവൃത്തി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നീ തകർന്നിരിക്കുകയാണെങ്കിൽ നീ പ്രവചനങ്ങളിൽ കെട്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ ഇന്ന് പകൽ ആ കയർ അഴിച്ചുവിടാൻ ഇന്ന് പകൽ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ തലയിൽ നീ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവഗതമില്ലാത്ത പ്രവചനങ്ങളാൽ ഞാൻ കെട്ടപ്പെട്ടു പോയെങ്കിൽ ആ കെട്ടുകളെ ഇന്ന് പകൽ ഞാൻ അഴിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള പ്രവചനങ്ങൾ എൻ്റെ മേൽ നടപ്പാകട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ നടപ്പാകട്ടെ. ദൈവഹിതമില്ലാത്ത കരംവെപ്പുകളെ, ദൈവഹിതമില്ലാത്ത പ്രവചനങ്ങളെ, ദൈവഹിതമില്ലാത്ത വാക്കുകളെ എൻ്റെ കുടുംബത്തിന് നേരെ, എൻ്റെ തലമുറകൾക്ക് നേരെ, എൻ്റെ ബിസിനസ്സിന് നേരെ, എൻ്റെ നന്മകൾക്ക് നേരെ പറഞ്ഞു വെച്ചതിനെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ദൈവഹിതം എൻ്റെ മേൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് സംഭവിക്കും. ഇന്ന് പകലത് വെളിപ്പെടും. ഗോഡ് ബ്ലസ് യു.